യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചിരിക്കുകയല്ലയോ? ആർക്കറിയാം. സിയോനിൽ കാഹളം ഊതുവീൻ. 12-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ച്, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്കായി ഈ രാത്രി സമയത്ത് നിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്ന നിങ്ങനെയുള്ള ഭക്തിയോടുകൂടി ആരാധിപ്പാൻ അവിടുന്ന് തരുന്ന സാവകാശത്തിനായി സ്തോത്രം. അനേകർക്ക് ലഭ്യമല്ലാത്ത ഈ ഭാഗ്യപദവി ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ആരെക്കാട്ടിലും ശ്രേഷ്ഠന്മാരല്ല കർത്താവെ, ഞങ്ങൾ ആരെക്കാട്ടിലും യോഗ്യരല്ല. പക്ഷേ അയോഗ്യരായ ഞങ്ങളെ ഇന്ന് രാത്രിയിൽ നീ യോഗ്യരാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ഈ ഒരു ഭവനത്തിൻ്റെ തണലിൽ, ഈ ഒരു ആലയത്തിൻ്റെ തണലിൽ, ഈ കൂട്ടായ്മയുടെ തണലിൽ നീ ഞങ്ങളെ ഒന്നിച്ചു കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവവചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മാനുഷികമായ ശബ്ദം കേൾക്കണ്ട കർത്താവെ, നിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കേവലം കേൾവിക്കാരായി കേട്ട് മടങ്ങിപ്പോകുവാനല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരമുണ്ടായി ഒരനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിച്ച് ഞങ്ങളുടെ ജീവിതം അനുദിനം അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ വളരെ ശ്രദ്ധേയരായ 2 പ്രവാചകന്മാരാണ് ഹോശേയയും യോവേലിൻ്റെയും പ്രവാചകന്മാർ. ഈ 2 പുസ്തകങ്ങളും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം നാം പരിശോധിച്ചാലറിയാം. ഹോശേയ പ്രവാചകൻ്റെ പ്രവചന ഗ്രന്ഥത്തിന് ശേഷമാണ് യോവേൽ പ്രവാചകൻ്റെ പുസ്തകം വരുന്നത്. എന്നാൽ ഇത് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിന് ശേഷം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം വരുന്നത് കൊണ്ട് ഹോശേയയുടെ ശേഷമുള്ള ദൗത്യമല്ല യോവേൽ ചെയ്യുന്നത്. ഇവർ 2 പേരും സമകാലീനരായി പ്രവർത്തിച്ച പ്രവാചകന്മാരാണ്. ഒരേ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്ത 2 പ്രവാചകന്മാരാണ് ഹോശേയ പ്രവാചകനും യോവേൽ പ്രവാചകനും. എന്നാൽ ഇവരുടെ ശുശ്രൂഷ എന്ന് പറയുന്ന 2 വ്യത്യസ്തങ്ങളായ ആളുകളോടായിരുന്നു. ഹോശേയ പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തോടു കൂടിയായിരുന്നു. എന്നാൽ യോവേൽ പ്രവാചകൻ്റെ ശുശ്രൂഷ അതിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദ്യ എന്ന് പറയുന്ന രാജ്യത്തോടു കൂടിയായിരുന്നുവെന്ന് വേദപുസ്തകത്തിൻ്റെ ചരിത്രം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രയേൽ മക്കൾക്ക് ഒരു രാജ്യം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ആദ്യത്തെ അവരുടെ 1ാമത്തെ രാജാവായ ശൗൽ രാജാവിന് ശേഷം ദാവീദ് 2ാമതായി ഇസ്രയേലിന് രാജാവായി തീരുന്നു. ദാവീദിന് ശേഷം 3ാമത്തെ രാജസ്ഥാനത്തേക്ക് ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവാകുകയും ശലോമോൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനം രാജ്യം 2ആയി വിഭാഗിക്കുന്നതായി വേദപുസ്തകത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച ഇസ്രയേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രമായി തരുന്ന രാജ്യം യുണൈറ്റഡ് കിങ്ഡം എന്നാണ് അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അത് 2ആയിട്ട് ഡിവൈഡഡ് കിങ്ഡമായിട്ട് മാറുകയാണ്. 2 രാജ്യങ്ങളായി മാറുകയും വടക്കേ രാജ്യമായ ഇസ്രായേലും തെക്കേ രാജ്യമായ യഹൂദ്യയും എന്ന 2 രാജ്യമായി മാറുകയാണ്. ഇങ്ങനെ വടക്കേ രാജ്യമായ ഇസ്രയേലിനോടാണ് ഹോശേയ പ്രവാചകൻ്റെ സന്ദേശമെങ്കിൽ നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം, യോവേൽ പ്രവാചകൻ്റെ സന്ദേശമെന്ന് പറയുന്ന തെക്കേ രാജ്യമായ യഹൂദ്യയോടാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ഭാഷയിൽ യഹൂദയിൽ വസിക്കുന്ന ക്രിസ്തീയ ജനതയോട്, ദൈവജനത്തോട് ശക്തമായ ഭാഷയിൽ യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം നാം പരിശോധിച്ചാൽ ഇതിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം എന്ന് പറയുന്നത് റിപ്പൻറ്റ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു ഗോഡ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അനുതപിക്കുക, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. നിങ്ങൾക്കൊരു അനുതാപം ആവശ്യമാണ്, ദൈവത്തിങ്കലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഒരു കാലത്ത് ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ജനത, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 400 വർഷങ്ങൾ
മിസ്രൈം അടിമത്തത്തിൽ അടിമകളായി ജീവിച്ച ഒരു ജനത. 400 വർഷങ്ങൾ അവർ അടിമകളായി അവിടുന്ന് ദൈവം അവരെ വിടുവിച്ചു. അവരെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടെ 40 വർഷങ്ങൾ അവരെ നടത്തി. കാടപ്പക്ഷിയും മന്നായും കൊണ്ട് അവരെ പരിപോഷിപ്പിച്ച് യോർദാൻ്റെ തീരം കടന്ന് മനോഹരമായൊരു ദേശത്തേക്ക് ദൈവം അവരെ പ്രവേശിപ്പിച്ചു. ദൈവം അവരെ പ്രവേശിപ്പിക്കുമ്പോൾ അവർ വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിവള്ളികളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരും. നിങ്ങൾ വെട്ടിയിട്ടില്ലാത്ത കിണറുകളിൽ നിന്ന് നിങ്ങൾ കുടിക്കും. നിങ്ങൾ പണിയാത്ത ഭവനങ്ങൾ നിങ്ങൾ താമസിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സകല നന്മകളും അനുഭവിച്ചൊരു ജനം. പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ച ഇന്ന് ഈ ജനം ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവത്തിൽ നിന്ന് ദൂരെയായി, ആരാധന നഷ്ടപ്പെട്ട്, ദൈവസ്നേഹം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ യോബേൽ പ്രവാചകൻ വളരെ ശക്തമായ ഭാഷയിൽ അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു മടങ്ങിവരവ് ആവശ്യം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് ഒന്നാമതായിട്ട് യോബേൽ പ്രവചന 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച് അവിടെ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 12-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചാൽ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവീനെന്ന് യഹോവയുടെ എന്നാൽ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകൻ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണ്? റിട്ടേൺ ബാക്ക് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൂരെയായിരിക്കുന്നു. ഒരു കാലത്ത് എൻ്റെ നന്മ അനുഭവിച്ച ജനമാണ് നിങ്ങൾ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഞാൻ നടത്തിയവനായ ദൈവമാണ്. നിങ്ങൾക്ക് സകലവും തന്നവനായ ദൈവമാണ്. സകല നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചവനായ ഒരു ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്. അവരിന്ന് ദൈവത്തിൽ നിന്ന് ദൂരെയായി ദൈവത്തിൻ്റെ നന്മകളൊക്കെ മറന്ന് അന്യവിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഹോശേയ പ്രവാചകനിലൂടെ, യോവേൽ പ്രവാചകനിലൂടെ പറയുകയാണ്, റിട്ടേൺ ബാക്ക് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ഒരാത്മീയ അനുഭവത്തിലേക്കൊരു മടക്കയാത്ര നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ സന്തോഷത്തിൽ ഇന്ന് ഈ മനോഹരമായ ഈ ഒരു ഹോളിൽ നാം ഇരുന്ന് ആരാധിക്കുന്നു. എത്ര സുന്ദരമായ അന്തരീക്ഷമാണ്. എന്നാൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ ആരാധന. 1-ാം നൂറ്റാണ്ടിൽ നാം പരിശോധിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം യഹൂദന്മാരെ ഭയന്നുകൊണ്ട് മാളിയ മുകളിൽ വളരെ ചുരുക്കമായിട്ടുള്ള കുറേ ആളുകൾ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിച്ചു. അവർ യഹൂദന്മാരെ ഭയന്നുകൊണ്ട്, റോമ ഗവൺമെൻറ്റിനെ ഭയന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ ആരാധന മുന്നോട്ട് പോയി. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ സൗകര്യങ്ങളില്ലായിരുന്നെങ്കിലും ആത്മീയമായൊരു സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരുന്നു. അവരെ മുന്നോട്ട് നയിച്ചതും അവരെ മുന്നോട്ട് ചലിപ്പിച്ചതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവകൃപയും ദൈവത്തിൻ്റെ വചനവുമായിരുന്നു. ആ ആത്മീയ സന്തോഷം അവർ അനുഭവിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ആ ആത്മീയ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ മതിമറന്ന് ആരാധിച്ച ആത്മീയ സന്തോഷത്തിലേക്ക് നമുക്കൊരു മടക്കയാത്ര ആവശ്യമാണ്. ദൈവം പറയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞു വരിക, റിട്ടേൺ ബാക്ക് ടു ഗോഡ്. ദൈവത്തിലേക്ക് മടങ്ങി വരിക. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ നവീകരണ ആശയങ്ങൾക്ക് നേതൃത്വം നൽകിയ അതിശ്രേഷ്ഠനായ വ്യക്തിയാണല്ലോ മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ 16-ാം നൂറ്റാണ്ടിൽ സഭയോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, സഭ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ദൂരെയായി പോയപ്പോൾ മാർട്ടിൻ ലൂതർ സഭയോട് പറയുകയാണ്, ദ ചേർച്ച് ഷുഡ് ഗോ ബാക്ക് ടു ഇറ്റ്സ് ഓൾഡ് ഫോം. എന്ന് പറഞ്ഞാൽ സഭ അതിൻ്റെ പഴയകാല അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടതായ ഒരു കാര്യമുണ്ട്. സഭ അതിൻ്റെ പഴയകാല അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. എന്തായിരുന്നു സഭയുടെ പഴയകാല അനുഭവം? നാം വായിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിച്ചപ്പോൾ അവിടെ വളരെ വ്യക്തമായി സഭയുടെ പഴയകാല അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടമായിരുന്നു സഭ. വിശ്വസിച്ചവരുടെ കൂട്ടമായിരുന്നു സഭ. അവർക്ക് വ്യത്യാസങ്ങളില്ലായിരുന്നു. അവരെ മുന്നോട്ട് ചലിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവുമായിരുന്നു. അവർക്ക് വ്യത്യാസങ്ങളില്ലാതെ മതുമറന്നവർ ആരാധിച്ചു, ദൈവകൃപ പ്രാപിച്ചു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ 16-ാമത്തെ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭ ദൈവത്തിൽ നിന്ന് അകന്നുപോയി.
സഭ ദൈവത്തിൽ നിന്നകന്നു, ദൈവജനം ദൈവത്തിൽ നിന്നകന്നു, ദൈവത്തിൽ നിന്ന് അന്യമായപ്പോൾ മാർട്ടിൻ ലൂതർ പറയുകയാണ്, വി നീഡ് ടു ഗോ ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം, ദൈവകൃപയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ സന്തോഷത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ഇവിടെ യോവേൽ പ്രവാചകൻ യഹൂദ്യയിലെ ജനങ്ങളോട് പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഇവിടെ നാം വായിക്കുമ്പോൾ 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആ ദേശത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-4 വായിച്ചേ. ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ 3-ാമത്തെ വാക്യം മുതൽ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്നു കരയുവീൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പൊതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കാൻ മുറയിടുവീൻ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എൻ്റെ ദേശത്തിന് നേരെ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്ത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അന്ന് യഹൂദിയിൽ നടന്ന ഒരു മഹാവിപത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക് ദേശം പോവുകയാണ്. എന്താണ് പ്രതിസന്ധി? അവിടെ പറയുന്നുണ്ട്, ആ ഒരു വളരെ അലങ്കാരികമായ ഭാഷയിൽ ദേശം മുഴുവൻ ഒരു ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. തുള്ളൻ ശേഷിപ്പിച്ചതിനെ വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു തിന്നു എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാന ഫലമെല്ലാം വ്യർത്ഥമായി തീർന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വയലുകളിൽ അധ്വാനിച്ച അധ്വാന ഫലം വ്യർത്ഥമായി തീർന്നു. ഒരു നെൽമണി പോലും ദേശത്ത് ശേഷിക്കാതെ വണ്ണം ദേശം ശൂന്യമായി തീർന്നു. ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തമുണ്ട്, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്കാണ് നടത്തുന്നത്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ വസിക്കുന്ന ജനം, എന്നാൽ ഇന്ന് അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചു. അവിടെ പറയുകയാണ്, ദേശത്തൊരു നെൽമണി പോലും, ഒരു യവത്തിൻ്റെ മണി പോലും, ഒരു ഗോതമ്പ് പോലും ശേഷിക്കാതെ വണ്ണം ദേശം ശൂന്യമായി തീർന്നിരിക്കുന്നു. ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. ഒരുപക്ഷെ ഇന്നാണെങ്കിൽ പറയുന്നത് ഒരു നാഷണൽ കലാമിറ്റിയാണ്, ഒരു ദേശീയ വിപത്ത് സംഭവിച്ചിരിക്കുന്നു, ക്ഷാമം ഉണ്ടായിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, ദേശം ശൂന്യമായിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, ദേശം ശൂന്യമായിരിക്കുന്നു, ഒരു ഗോതമ്പിൻ്റെ മണി പോലും അവശേഷിക്കാതെ വണ്ണം അവരുടെ വയലുകൾ ശൂന്യമായിരിക്കുന്നു, ആരാധനയും ശൂന്യമായിരിക്കുന്നു, ആരാധനാലയങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിന് ദൈവം നൽകുന്ന ശിക്ഷയാണ്. ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തിന് ബഹുമാനം കൊടുക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തോട് ദൈവത്തിൻ്റെ മറുപടിയാണ് ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അവരോട് പറയുകയാണ്, ഈ പ്രതിസന്ധി കണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ഇപ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ അറിയാം, അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട ഉടമ്പടികളുണ്ട്. ഒന്നാമത്തെ ഉടമ്പടി അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്, അബ്രഹാമിക് കവനൻ്റ് എന്ന് പറയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹ വിഷയമായി തീരും. ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്, നീ മൂലം ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. ഇത് ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്, അബ്രഹാമിക് കവനന്റ്. ഈ ഉടമ്പടി ബന്ധത്തിൽ സൂക്ഷിക്കപ്പെടേണ്ട വലിയ ഉത്തരവാദിത്വം ഇസ്രായേൽ മക്കളുണ്ടായിരുന്നു. ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന, ലോകത്തിന് മുഴുവൻ സാക്ഷിയായി നിലനിൽക്കുന്ന ഒരു സമൂഹമായി നിലനിൽക്കണമെന്നുള്ളത് ഇസ്രായേൽ മക്കളുടെ ഉടമ്പടിയാണ്. 2ാമത്തെ ഉടമ്പടി എന്ന് പറയുന്ന അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സീനായ് മലയിൽ വെച്ച് 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു ഉടമ്പടി പറയുന്നുണ്ട്, സൈനായ് കവനൻ്റ് എന്ന് പറയും. സീനായ് ഉടമ്പടിയിൽ അവരോട് പറയുന്നുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ
നിങ്ങൾക്കുണ്ടാകരുത്. ഇതായിരുന്നു ഇസ്രായേൽ മക്കളോട് ചെയ്ത 2 ഉടമ്പടികൾ. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, നീ മൂലം സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹ വിഷയമായി തീരും, ലോകത്തിന് മുഴുവൻ പ്രകാശമായി തീരും. രണ്ടാമത് പറയുകയാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. പക്ഷേ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ സമൃദ്ധി വർദ്ധിച്ചപ്പോൾ, അവർ ആഗ്രഹിക്കാത്ത അർഹതയില്ലാത്ത സകല നന്മകളും അവർ അനുഭവിച്ചപ്പോൾ, അവരുടെ ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിച്ചപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് മറന്നു. ഉടമ്പടികളെ ലംഘിച്ചുകൊണ്ട് അന്യദൈവങ്ങൾക്ക് പിന്നാലെ, ദൈവത്തെ ആരാധിക്കാതെ ദൈവാലയം ശൂന്യമായി കിടക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കണം. നാം ഇന്നെവിടെയാണ് ആയിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്താണോ നാം ആയിരിക്കുന്നത് എന്ന് പറയാം. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന, മദ്യപാന്മാരെ നിങ്ങൾ അലമുറയിട്ട് കരവേൻ. യഹൂദ്യ നാട്ടിൽ അന്നത്തെ വലിയൊരു സാമൂഹിക വിപത്തായിരുന്നു മദ്യപാനം എന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുവാൻ, ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു സമൂഹം, സാക്ഷിയായി നിലനിൽക്കുവാൻ വിളിക്കപ്പെട്ട ഒരു സമൂഹം, സാക്ഷ്യം സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു സമൂഹം, ഒരു ദേശമായ യഹൂദ്യ നിറഞ്ഞു. അവരോട് പറയുകയാണ്, മദ്യപാന്മാരെ നിങ്ങൾ അലമുറയിട്ട് കരവിൻ. മദ്യപാനം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ വിപത്താണ്. ഇന്നത്തെ കാലഘട്ടത്തിലും അത് തന്നെ, ഒരു സംശയവും വേണ്ട. അന്നും ഇന്നും ഒരുപോലെ സാമൂഹികമായ ചില പ്രിയപ്പെട്ടവർ പറയച്ചോ, ഒരു സ്വല്പം കുടിച്ചാൽ, ഒരല്പം സ്മോൾ അടിച്ചാൽ എന്തോ ആകാനാ. സ്മോൾ എന്ന് പറയുന്ന ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. സ്മോൾ എന്ന് പറയുന്ന അത്ര സ്മോളൊന്നും അല്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു സ്മോൾ അടിച്ചാൽ എന്തോ ആകാനാ? വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ദുഃഖം വരുമ്പോൾ ആരാ പറയുന്നതെന്നറിയാമോ? ലോകത്തിന് മുഴുവൻ പ്രകാശമായി വിളിച്ചു വേർതിരിച്ച സുറിയാനി ക്രിസ്ത്യാനി പറയുകയാണ്. ലോകത്തിന് മുഴുവൻ സാക്ഷിയായി നിലനിൽക്കുന്ന സുറിയാനി ക്രിസ്ത്യാനി പറയുകയാണ്. അപ്പോൾ ദുഃഖം വരുമ്പോൾ കുടിക്കും, പിന്നെ ഇന്നലെ കുടിച്ചോ, അത് സന്തോഷം വന്നപ്പോൾ കുടിച്ചാ. ഇപ്പോൾ എപ്പോഴും കുടിക്കുന്നു. സുഖദുഃഖ സമ്മിശ്രമല്ലയോ ജീവിതം? പ്രിയമുള്ളവരെ, സഭ, വിശ്വാസ സമൂഹം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന എന്തിനാ? ഇവിടെ ഇസ്രായേൽ മക്കളുടെ വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, യഹൂദന്മാരുടെ വലിയ പ്രശ്നം, യഹൂദിയിലെ ജനത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ജനം ആരാധനാലയത്തിൽ പോകാതെ, ആരാധന നഷ്ടപ്പെട്ട് മദ്യപാന്മാരായി അധാർമികതയിൽ ജീവിക്കുമ്പോൾ യോവേൽ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അപ്പോൾ അവരുടെ പരാജയം, ഒരു പരാജയം എന്ന് പറയുന്ന അധാർമികതയിലേക്ക് അധപ്പതിച്ചു. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 9-ാമത്തെ വാക്യം വായിച്ചേ. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു. അവിടെ പറയുകയാണ്, അവർ ധാർമ്മികമായി അധപ്പതിച്ചെന്ന് മാത്രമല്ല, 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ ആലയത്തിൽ ഭോജനയാഗവും പാനീയയാഗവും അറ്റുപോയിരിക്കുന്നു. 24 മണിക്കൂറും ആരാധനയുടെ സ്തോത്രമുയരേണ്ട യാഗപീഠങ്ങൾ ശൂന്യമായി പോയി. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പുരോഹിതന്മാർ കാത്തിരിക്കുകയാണ്. യാഗം കഴിക്കുവാൻ വിശ്വാസ സമൂഹം വരുമെന്ന് കണ്ട് പുരോഹിതന്മാർ കാത്തിരിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ഭോജനയാഗവും പാനീയയാഗവും എൻ്റെ ആലയത്തിൽ ശൂന്യമായി തീർന്നിരിക്കുന്നു. എൻ്റെ ആലയം ശൂന്യമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കേണ്ട ജനം. നമ്മൾ 2019 വലിയൊരു പ്രതിസന്ധിയെ അതിജീവിച്ച് കടന്നു വന്നവരാണ്. COVID-19 എന്ന് പറയുന്ന മഹാമാരി 70 ലക്ഷം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് വന്നവരാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നാം മറന്നു പോകരുത്. വലിയൊരു പ്രതിസന്ധിയെ തകർന്ന് അതിജീവിച്ച് മടങ്ങി വന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ദേവാലയങ്ങളെല്ലാം അടച്ചിടപ്പെട്ടു. ഒരു നേരം ദൈവത്തെ ആരാധിക്കുവാൻ വളരെ ആകാംക്ഷയോടെ, അന്ന് ഒരിക്കൽ പോലും പള്ളിയിൽ പോകാത്തവരൊക്കെ ആ ഒരു സമയത്ത് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. 20 പേർക്കേ പള്ളിയിൽ പ്രവേശിക്കാനുള്ളൂ. ആദ്യമേ അച്ഛന് ബുക്ക് ചെയ്ത് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് പോയ ആളുകളൊക്കെ ഉണ്ട്. ഒരു നേരത്തെ ദൈവത്തെ ആരാധിക്കുവാൻ എത്രമാത്രം കൊതിയോടെ കാത്തിരുന്നവരാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. കൊതിയോടെ കാത്തിരുന്നവരാണ്. എന്നാൽ ഇന്ന് ആ അവസ്ഥകളൊക്കെ മാറി വിശാലമായി നമ്മുടെ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്.
വിശാലമായി നമ്മുടെ ആലയങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ദേവാലയത്തിൽ വരുവാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് കൂട്ടായ്മകളിൽ ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് ഓർക്കണം. ദൈവവചനം പറയുകയാണ്, എൻ്റെ ആലയത്തിൽ ആരാധന നഷ്ടപ്പെട്ടു പോയി, ഭോജനയാഗവും പാനീയാഗവും നഷ്ടപ്പെട്ടു പോയി. പുരോഹിതന്മാർ ദുഃഖിക്കുകയാണ്, ശുശ്രൂഷ ചെയ്യുന്നവർ ദുഃഖിക്കുകയാണ്. ആരാധനയ്ക്ക് വരുവാൻ ആളില്ല. എത്രമാത്രം കാല് പിടിച്ചിട്ടാണെന്നറിയാമോ കൂട്ടായ്മകൾക്ക് വരുന്നത്? എപ്പോൾ വിളിച്ചാലും പറയാം, അച്ചോ തിരക്കിലാണ് അച്ചോ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാം ദൈവിക വിഷയമായി തിരക്കിലാണോ? നമുക്ക് സകലതും നൽകിത്തന്ന, ഹല്ലേലൂയ, നമുക്ക് സകല നന്മകളും നൽകിത്തന്ന, ആരോഗ്യവും ബലവും ജീവിതത്തിൻ്റെ സകല ഐശ്വര്യങ്ങളും നൽകിത്തന്ന ദൈവ വിഷയമായി നാം തിരക്കിലാണ്. ആർ യു ബിസി വിത്ത് യുവർ ഗോഡ്? നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇന്ന് നാം ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്നു, ബലത്തോടു കൂടി ഇരിക്കുന്നു, നമ്മൾക്ക് അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ നാം അലങ്കരിക്കുന്നു, സ്വർഗീയമായ സകല നന്മകളും നാം അനുഭവിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മെ ബലപ്പെടുത്തിയൊരു ദൈവമുണ്ട്. നിന്നെ മിസ്രയീമിൽ നിന്നും ഇറക്കി പുറപ്പെടുവിച്ച് നിന്റെ മുമ്പിൽ ചെങ്കടലിനെ രണ്ടായി മുറിച്ച് മരുഭൂമിയിൽ പട്ടുപോകാതെ വണ്ണം കാടപ്പക്ഷിയും മന്നായും കൊണ്ട് നിന്നെ പരിപോലിപ്പിച്ച് യോർദാന്റെ കലങ്ങുമറിയ വെള്ളത്തിൽ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി. ഹല്ലേലൂയ. ജയോത്സവമായി വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ മറന്നു പോകരുത്. യഹൂദ്യജനം മറന്നു, യഹൂദിയയിലെ ജനങ്ങൾ മറന്നു, അവർ ദൈവത്തെ മറന്നുപോയി, ആരാധന നഷ്ടപ്പെട്ടു എന്നവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളോട് അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയൊരു ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ, കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ നടത്തിയ വിധങ്ങൾ നിങ്ങൾ ഓർക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ഓർക്കണം, ഭക്ഷിക്കുവാനില്ലാത്തൊരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. മിസ്രയീമിൽ വളരെ ചൂടേറിയ ഇഷ്ടിക ചൂളയുടെ മധ്യത്തിൽ ഭക്ഷിക്കുവാനില്ലാത്തൊരു സാഹചര്യം നിനക്കുണ്ടായിരുന്നു. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ഇത് തന്ന ദൈവത്തെ നീ ഓർക്കണം. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്ന അതിൻ്റെ 12-13 വാക്യങ്ങൾ കൂടെ വായിച്ചേ. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിതതിൽ താമസിക്കുമ്പോഴും മാത്രമല്ല, നിന്റെ ആടുമാടുകൾ പെരുകുമ്പോഴും നിന്റെ വെള്ളിയും പൊന്നും വർദ്ധിക്കുമ്പോഴും നീ ഒരു കാര്യം ഓർക്കണം, എൻ്റെ അധ്വാനം കൊണ്ട് ഞാനിത് നേടിയെന്ന് ഹൃദയത്തിൽ പറയാതിരിപ്പാൻ നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട് എന്നോർക്കണം. ആ ദൈവത്തെ നീ ആരാധിക്കണം. ആ ദൈവത്തെ ആരാധിക്കുവാനാണ് ദാസ്യത്തിൽ നിന്നും ആരാധനയിലേക്ക് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ജനത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ആരാധന നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ ആരാധിക്കാൻ വിളിച്ച ജനം ആരാധന നഷ്ടപ്പെട്ട്, ഹോമയാഗം നഷ്ടപ്പെട്ട്, അധാർമികതയിൽ അധപ്പതിച്ച് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ യോവേൽ പറയുകയാണ്, മടങ്ങി വരുവേൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരും. നമ്മൾ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹഗ്ഗായി പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ. അവിടെ പറയുകയാണ്, എൻ്റെ ആലയം ശൂന്യമായിരിക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. വളരെ വേദനയോടൊരു പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം ശൂന്യമായിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ ആളില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആളില്ല, ദൈവത്തിൻ്റെ ആലയത്തിൽ ചേർന്നു വരുവാൻ ആളില്ല. പക്ഷേ നാം എവിടെയാണ്? മനോഹരമായ ഭവനങ്ങളിൽ. പ്രിയരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആരംഭം എങ്ങനെയായിരുന്നു? നമ്മളിവിടെ പറഞ്ഞല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ നടത്തിയവനായൊരു ദൈവം. ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിരുന്നു.
ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഭാരപ്പെട്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഭാരപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അവസ്ഥകളൊക്കെ മാറി ഇന്ന് മനോഹരമായ പ്രദേശങ്ങളിൽ, അനുഗ്രഹിക്കപ്പെട്ട പ്രദേശങ്ങളിൽ, കണ്ണായ സ്ഥാനങ്ങളിൽ മനോഹരമായ ഭവനങ്ങൾ ചമച്ച് അതിൽ വസിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിനക്കിത് തന്ന ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ! ഇത് തന്ന ദൈവത്തെ ആരാധിക്കണം. തൊട്ടടുത്ത് ഒരാലയമുണ്ട്, ശൂന്യമായി പോകാൻ ഇടയായിത്തീരരുത്. ദൈവത്തെ ആരാധിക്കണം. സകലതും നന്ന ദൈവത്തെങ്കിലേക്കൊരു മടക്കയാത്ര നമുക്ക് ആവശ്യം, പ്രിയമുള്ളവരെ. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ദേശത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായി സംഭവിച്ചതല്ല. ഈ ഒരു ക്ഷാമം സ്വാഭാവികമായതല്ല. നിങ്ങളുടെ കൃഷി നിഷ്ഫലമായി തീർന്നത്, നിങ്ങളുടെ അധ്വാനം നിഷ്ഫലമായി തീർന്നത് സ്വാഭാവികമല്ല. ഇത് ദൈവത്തിൻ്റെ കോപമാണ്. ദിസ് ഈസ് നോട്ട് എ കലാമിറ്റി ആൻഡ് ദിസ് ഈസ് ദ wrath of God Almighty. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു കോപമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഇവിടെ പറയുന്ന അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും. ഇത്രയും നമ്മളെപ്പോഴാണ് ചിലരൊക്കെ മാനസാന്തരപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ചില സുറിയാനി ക്രിസ്ത്യാനികൾ മാനസാന്തരപ്പെടുന്നത് മാരകമായ രോഗമൊക്കെ വന്ന് ICUയിൽ കയറി മൂക്കിനകത്തോടും വായിക്കോടും എവിടെല്ലാം ട്യൂബിടാമോ അതെല്ലാം കടന്ന് മലന്ന് കിടക്കുമ്പോൾ ICU ദൈവത്തെ ഞാൻ കണ്ടു. അപ്പോഴാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നാളെ നിൻ്റെ ജീവിതം എങ്ങനെയെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. നാളെ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നതെന്ന് പറയുവാൻ കഴിയത്തില്ല. ഇന്ന് ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കുക. പ്രവാചകൻ പറയുന്നു, ഇപ്പോഴെങ്കിലും കരച്ചിലോടും ഉപവാസത്തോടും ദൈവത്തിലേക്ക് തിരിയുവേനെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, റിട്ടേൺ ബാക്ക് ടു ഗോഡ്. രണ്ടാമതായിട്ട് എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? 13-ാമത്തെ വാക്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. 13-ാമത്തെ വാക്യം വായിച്ച്, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവീൻ. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. യഹൂദിയോട് പറയുകയാണ്, നിങ്ങൾക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. എങ്ങനെയാണ് നിങ്ങൾ മടങ്ങി വരേണ്ടത്? റിട്ടേൺ വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ആ വാക്യം വളരെ മനോഹരമായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പുറമേയുള്ള പ്രകടനങ്ങളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നമ്മുടെ ഒന്നും പുറമേയുള്ള പ്രകടനങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. നമ്മൾ എത്ര ഹല്ലേലൂയ പറയുന്നതല്ല കൗണ്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി ശോധന ചെയ്യും. ദൈവസന്നിധിയിൽ ഓരോ ഹൃദയങ്ങളെയും തൂക്കി നോക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ബാഹ്യമായ പ്രകടനങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ വസ്ത്രങ്ങളെ കീറിയുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പഴയ നിയമ പശ്ചാത്തലത്തിൽ വസ്ത്രം കീറുക എന്ന് പറയുന്നത്, നമ്മൾ മഹാപുരോഹിതൻ വസ്ത്രം കീറിയതായിട്ട് ദൈവവചനം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. പഴയ നിയമ പശ്ചാത്തലത്തിൽ വസ്ത്രം കീറുക, രട്ടിലിരിക്കുക, വെണ്ണീറിലിരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം പ്രകടിപ്പിക്കുന്നതിനുള്ള ബാഹ്യമായൊരു പ്രകടനം മാത്രമായിരുന്നു. ഒരുപക്ഷെ ദുഃഖമില്ലെങ്കിലും വസ്ത്രം കീറിയാൽ ദുഃഖമില്ലെങ്കിലും വെണ്ണീർ ഇരിക്കാൻ ഒരുവന് സാധിക്കും. ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ബാഹ്യമായ ഒരു ചേഷ്ടകളും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കുവാൻ കഴിയുമോ? യഹൂദിയോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കീറുവേൻ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ.
നമ്മുടെ ഹൃദയത്തിൻ്റെ നുറുക്കത്തിനപ്പുറമായി ഒരു യാഗവും ദൈവത്തിന് കഴിപ്പാനില്ല. പ്രിയമുള്ളവരെ, തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആരൊക്കെ അടുത്തു വരുന്നോ അവരുടെ ഹൃദയത്തിൽ ആത്മീയമായ സന്തോഷം നിറയ്ക്കുവാൻ കഴിയുന്ന സർവശക്തനായൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് രാത്രി ഹൃദയ നുറുക്കത്തോടെ എത്ര പേരെന്നെ ശ്രവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഹാളിൽ, ഈ ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ ഹൃദയ നുറുക്കത്തോടെ എന്നെ ശ്രവിക്കുന്നുണ്ടായിരിക്കാം. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഹൃദയ നുറുക്കത്തോടെ എന്നെ ശ്രവിക്കുന്നുണ്ടായിരിക്കാം. ദൈവവചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയ നുറുക്കത്തോടെ, ഹൃദയത്തിൻ്റെ വ്യത്യാസത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക എന്ന ദൈവവചനം ഓർപ്പിക്കുകയാണ്. ദാവീദ് അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ വലിയ പാപം ചെയ്യുമ്പോൾ, പാപം ചെയ്തതിന് ശേഷം ദൈവസന്നിധിയിൽ ദാവീദ് പറയുകയാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് സൃഷ്ടിക്കണമേ, എന്നിൽ സൃഷ്ടിക്കണമേ. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. അതാണ് ഹൃദയത്തിൻ്റെ നുറുക്കമെന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ പരിവർത്തനമെന്ന് പറയുന്നതാണ്. പ്രിയമുള്ളവരെ, ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ബാഹ്യമായ ചേഷ്ടകളോ പ്രകടനങ്ങളോ അല്ല, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യാലേഖനത്തിൽ പറയുന്ന, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിമജ്ജകളെ വേർപിടിക്കുന്ന ഒരു തുളച്ചു കയറുന്നതുമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നിരൂപണങ്ങളെ തിരിച്ചറിയുന്നവനായി ദൈവത്തിൻ്റെ വചനം, ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 3 ഉപമകൾ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ, ദ ലോസ്റ്റ് കോയിൻ, ദ ലോസ്റ്റ് ഷീപ്പ്, നഷ്ടപ്പെട്ടു പോയ ആട്. മറ്റൊരു കാര്യമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ, ദ ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ടു പോയ മകൻ. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ ദൂരെയായി സ്വന്തമായി ജീവിച്ച ദൂരദേശത്ത് താമസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായി തീരുമ്പോൾ ആ പ്രിയപ്പെട്ട മകൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നതെന്നറിയാമോ? ഐ വിൽ റിട്ടേൺ ബാക്ക് ടു മൈ ഹോം. എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അതാണ് യഥാർത്ഥ രൂപാന്തരം എന്ന് പറയുന്നത്. അതാണ് ഹൃദയത്തിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായി, ആശ്രയസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടവനായി, ജീവിതത്തിലെല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ സകലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവജനമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നാം നമ്മുടെ അപ്പൻ്റെ ഭവനത്തിലാണോ അതോ അപ്പനിൽ നിന്ന് ദൂരെയാണോ? ഇന്ന് ഞാനായിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ ഭവനത്തിലാണോ അതോ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും ദൂരെയാണെങ്കിൽ ദൈവവചനം പറയുന്നു, അപ്പൻ്റെ ഭവനത്തിലേക്കൊരു മടക്കയാത്ര നമുക്ക് ആവശ്യം. തകർന്ന ഹൃദയത്തോടെ സ്നേഹനിധിയായൊരപ്പൻ്റെ ഭവനത്തിലേക്ക് നമുക്കൊരു മടക്കയാത്ര ആവശ്യമാണ്. യോവേൽ പ്രവാചകൻ പറയുന്നു, റിട്ടേൺ വിത്ത് യുവർ ഓൾ ഹാർട്ട്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് പറയുന്നു. 2-ാം അധ്യായത്തിലെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരണമെന്ന് മാത്രമല്ല, 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു ഉപവാസം നിയമിക്കുവീൻ, സഭായോഗം വിളിക്കുവീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശദീകരിക്കുവീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുതേ. മതി. അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഒരാത്മീയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തിങ്കിലേക്ക് മടങ്ങിയവരോട് പറയുകയാണ്, ഒരു ഉപവാസം നിയമിപ്പേൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവേൻ, യൗവനക്കാരെ കൂട്ടിവരുത്തുവേൻ, എല്ലാവരും ഒന്നിച്ചേർന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ഒന്നിച്ചു കൂടട്ടെ. ശൂന്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയം സ്തോത്രങ്ങൾ കൊണ്ട് നിറയട്ടെ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ഒരു അനുതാപമുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. റോഡിൽ സാധാരണ കാണുന്നൊരു കാര്യമാണ് യു ടേൺ. യു ഹാവ് ടു ടേക്ക് എ ഡീവിയേഷൻ, അല്ലെങ്കിൽ ഒരു യു ടേൺ എടുക്കുക എന്ന് പറയും.
യു ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന അതേ ദിശയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ളതാണ്. നാം എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റിപ്പോകുമ്പോൾ സാധാരണയായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ആ സ്ഥലത്ത് പോകാനുള്ള എളുപ്പമാർഗം ഏതാണ്? എന്നാൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തിരിച്ചു പോകുവാൻ ഒരു എളുപ്പമാർഗമില്ല. എവിടെയാണോ നാം പരാജയപ്പെട്ടു പോയത് അവിടെ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരേണ്ടത് ആവശ്യമാണ്. ഏത് മേഖലകളിലാണ് നാം പരാജയപ്പെട്ടത്? നമ്മുടെ ബന്ധങ്ങളിലാണോ നാം പരാജയപ്പെട്ടു പോയത്? ആത്മീയമായ മേഖലകളിലാണോ നാം പരാജയപ്പെട്ടു പോയത്? എൻ്റെ വ്യവഹാരങ്ങളിലാണോ ഞാൻ പരാജയപ്പെട്ടത്? എവിടെയാണ്? ദൈവമായുള്ള സ്നേഹത്തിലാണോ നാം പരാജയപ്പെട്ടു പോയത്? നാം എവിടെയാണോ പരാജയപ്പെട്ടു പോയത് അവിടെ നിന്ന് തന്നെ ഒരു മടക്കയാത്ര നമുക്ക് ആവശ്യം. പ്രവാചകൻ പറയുന്നു, റിട്ടേൺ വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ, വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ കീറി എങ്കിലേക്ക് മടങ്ങി വരുവേൻ എന്ന് പറയാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ മടങ്ങി വന്നാൽ ദൈവജനത്തിന് ലഭിക്കുന്ന നന്മയെക്കുറിച്ച് വേഗം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അതിൻ്റെ 18-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി. അവിടെ ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫൊർഗീവ്നെസ് ആൻഡ് റെസ്റ്റോറേഷൻ. അവരുടെ ജീവിതത്തിൽ വലിയ പാപക്ഷമയെ ദൈവം നൽകും. മാത്രമല്ല, അവർക്ക് എവിടെയെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അത് സകലതും മടക്കി കൊടുക്കുവാൻ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് പരാജയം സംഭവിച്ചു പോയത്? എവിടെയാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്? നഷ്ടപ്പെട്ടു പോയ സകലതിനും മടക്കി തരാമെന്ന് ദൈവം പറയുകയാണ്. ദൈവം ഇവിടെ പറയുന്ന താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ധാന്യവും വീഞ്ഞും ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങളുടെ വരണ്ട ദേശത്തെ ഞാൻ ഫലപുഷ്ടമാക്കും, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്ന് നശിപ്പിച്ച നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ ഞാൻ സമൃദ്ധിയുമായി മടക്കി വരുത്തും. 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ പിതാക്കന്മാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും. ദൈവമാർക്കും കടക്കാരനല്ല, നമ്മുടെ കർത്താവാർക്കും കടക്കാരനല്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ യോവേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനതയെ നോക്കിക്കൊണ്ട് വളരെ വേദനയോടെ പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. നിങ്ങൾക്ക് സകലതും തന്ന ദൈവം ശൂന്യമായൊരു ദേശത്ത് ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ചെങ്കടൽ കടത്തി കൈക്ക് പിടിച്ച് മരുഭൂമിയിൽ അഗ്നിസ്തംഭവും കടിക്കുന്ന തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലുതും ഭയങ്കരമായ മരുഭൂമിയിൽ നിന്ന് നിങ്ങളെ കൈക്ക് പിടിച്ച് നടത്തി പട്ടുപോകാതെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിരിക്കുന്നു. കം ബാക്ക്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. എങ്ങനെ മടങ്ങി വരണം? നിങ്ങളുടെ പൂർണ്ണമായ ഹൃദയത്തോടെ. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കീറി പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. മടങ്ങി വന്നാൽ ദൈവം പറയുന്നു, നഷ്ടപ്പെട്ടത് പോയതെല്ലാം ഞാൻ മടക്കിത്തരാം. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ ആർക്കും കടക്കാരനല്ല. പ്രിയമുള്ളവരെ, യോവേൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ധന്യവും വീഞ്ഞും ശൂന്യമായി തീരുന്ന ദേശത്തെ നോക്കി പറയുകയാണ്, മരുഭൂമി പോലെയുള്ള ഒരു ദേശത്തെ നോക്കി പറയുകയാണ്, വേദനയിൽ കഴിയുന്ന ഒരു ദേശത്തെ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞാൻ മടക്കി തരാം. ബട്ട് യു ഹാവ് ടു ഡു വൺ തിങ്, റിട്ടേൺ ബാക്ക് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പരാജയങ്ങൾ നേരിടുന്നവരായിരിക്കാം. ദീർഘനാളുകളായി പരിശ്രമിച്ചിട്ടും പരിശ്രമങ്ങൾക്കൊന്നും ഫലമില്ലാതെ പരാജയങ്ങൾ നേരിടുന്നവരായിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ധാരാളം ആളുകളുണ്ടായിരിക്കാം. ഓൺലൈനിലൂടെ
എവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ യാത്ര ചെയ്യുന്നവരായിരിക്കാം, ഭവനങ്ങളിൽ നിരാശരായിരിക്കുന്നവരായിരിക്കാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ വളരെ വേദനയോടെ ജീവിതം കഴിച്ചു കൂട്ടുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി നിൻ്റെ പരാജയത്തിൻ്റെ കഥകളെ ദൈവം അഴിച്ചു മാറ്റുവാൻ പോകുകയാണ്. നിൻ്റെ പരാജയത്തെ മാറ്റി വിജയം നൽകുവാൻ ദൈവം മതിയായവനാണ്. നിൻ്റെ പരാജയത്തിൻ്റെ ജീവിത അനുഭവങ്ങളെ വിജയമാക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമോ? അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്കൊരു കാലത്ത് നഷ്ടപ്പെട്ട ആത്മീയ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ച ഭൗതിക സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ ഭൗതിക നന്മകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും. മടങ്ങി വാ. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ പ്രിയരെ, ഇന്ന് നാം ഇവിടെ ഈ കൂട്ടായ്മയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ സ്വന്തമായി എന്തുണ്ടായിരുന്നു നമുക്ക്? സ്വന്തമായി എന്തുണ്ടായിരുന്നു നമുക്ക്? നമുക്ക് പാപി എന്നുള്ളൊരു പേര് മാത്രമേ ലോകത്തിൽ ലേബലായിട്ടുള്ളായിരുന്നു. മിസ്രയീമിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു ലേബൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു, പുത്രത്വത്തിൻ്റെ അവകാശം തന്നു. ഒരു പാട്ടുകാരൻ പറയുന്ന ഇപ്രകാരമാണ്, പുറംപറമ്പിൽ കിടന്ന എന്നെ പറുദീസയുടെ ഓഹരിക്കാരനായി തീർന്നു. കിടക്കേണ്ടത് ഇവിടെയല്ലായിരുന്നു, ഇരിക്കേണ്ടത് ഇവിടെയല്ലായിരുന്നു, വസിക്കേണ്ടത് ഇവിടെയല്ലായിരുന്നു. ഈ മനോഹരമായ ദേശത്ത് ഈ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. പക്ഷേ അയോഗ്യരായ നമ്മെ ഈ ലോകത്തിൽ ശ്രേഷ്ഠന്മാരാക്കി സകല നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു നിന്നപ്പോൾ ആ ദൈവത്തെ ആരാധിപ്പാൻ മറന്നു പോകരുതേ. ആ ദൈവത്തെ ആരാധിപ്പാൻ മറന്നു പോകരുത്. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ വെള്ളിയും പൊന്നും വർദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ ആടുമാടുകൾ പെരുകുമ്പോൾ, നിങ്ങൾ മനോഹരമായ ഭവനങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങളെ നടത്തിയ വിധങ്ങൾ മറന്നു പോകരുത്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ യഹൂദിയിലെ ദേശത്തോട് പറയുകയാണ്, മടങ്ങി വാ, എന്നിലേക്ക് മടങ്ങി വാ, ഇപ്പോഴെങ്കിലും എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് മടങ്ങി വരുവാനുള്ളത്? ഏത് മേഖലയിലാണ് ഞാൻ തെറ്റിപ്പോയത്? ഏത് മേഖലയിലാണ് ഞാൻ ദൈവത്തിൽ നകന്നു പോയത്? ആ പാപിയായ മനുഷ്യൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ മകൻ, അവൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും, എൻ്റെ അപ്പൻ്റെ സന്തോഷത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും, എനിക്കൊരു മടക്കയാത്ര ദൈവമേ നീ എന്നെ തരണമേ എന്ന് പറയാം. അതെന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ പാടുന്നു, ജീവനറ്റ പാപിയായ എന്നിൽ ജീവൻ പകർന്നവനായ എൻ്റെ കർത്താവേ, നിന്നേക്കാളുപരിയായി ഈ ലോകത്തിൽ സ്നേഹിപ്പാൻ എന്നെ ഇടയാക്കരുതേ. നീ എനിക്ക് ജീവൻ തന്നവനാണ്. നിന്നെ പിരിഞ്ഞ് നിന്നിൽ നിന്ന് അകന്നു മാറി ജീവിക്കുവാനല്ല, നിന്നിലേക്ക് മടങ്ങി വന്ന് നിന്നോട് ചേർന്ന് ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ, ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ, നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും, നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ, അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം.
പ്രവാചകനിൽ കൂടെ നമ്മളെ ഓർപ്പിച്ചത്. എന്നാൽ ഇപ്പോഴെങ്കിലും, അപ്പോൾ ഒരു കഴിഞ്ഞകാല ജീവിതം നമുക്കുണ്ടായിരുന്നു. നമ്മൾ മടങ്ങി വരുവാനായിട്ട് നമ്മൾ തയ്യാറാകാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹേമിക്കുക. ഈ രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ അനേക പ്രാവശ്യം ദൈവവചനം നമ്മൾ കേട്ടവരാ. എന്നാൽ ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാൻ തൊക്കണം 2-3 വാക്കുകൾ നമ്മളെ പ്രത്യേകമായിട്ട് ഹേമിക്കുന്നുണ്ട്. രട്ടെടുത്ത് കരയുവാൻ തൊക്കണം, ഒന്ന് വിലപിക്കുവാൻ തൊക്കണം, ഒന്ന് ഉപസിക്കുവാൻ തൊക്കണം. അതേ, നമ്മുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ ഒന്ന് കീറുവാൻ തൊക്കണം. ഇന്ന് രാത്രി തന്ന വലിയ ആഹ്വാനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ പാട്ടിങ്ങനെ പാടുമ്പോൾ ഇന്നത്തെ ഈ മെസ്സേജ് മുഴുവനായിട്ട് ഇതിലടങ്ങിയിരിക്കുക. വളരെ പഴയകാല ഒരു പാട്ട് പാടി അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ പാടുമ്പോൾ അത് ആ സ്ഥാനത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരനുഭവമായിട്ട് ദൈവസ്ഥനിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ പ്രിയ ബിജി മാമനച്ചൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയ ലാസ്റ്ററച്ചൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. എന്നാൽ നമ്മൾ ഉപവാസത്തോടെ രട്ടെടുത്ത് ദൈവസ്ഥാനത്തിൽ വിലപിപ്പാൻ തൊക്കണം ഇന്ന് ആഹ്വാനം തന്നെങ്കിൽ, ഇന്ന് ഹൃദയവേദനയുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ആവശ്യഭാരങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് രോഗത്തിൻ്റെ ചികിത്സിക്കുവാനായിട്ട് സാമ്പത്തിക ഞെരുക്കത്തിൽ ആയിരിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധങ്ങളായുള്ള നിലകളിൽ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ ദൈവസ്ഥാനത്തിൽ അവിടെ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവ് ഇന്ന് രാത്രി ഒരു വിടുതലിൻ്റെ രാത്രിയായി തീരണമേ. ഈ ആരാധന മധ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ തൊടുമാറാകണമേ എന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ദൂരവേ കാണുന്ന ഈ അരുമനാഥൻ നമ്മളെ ഇന്ന് രാത്രി അവൻ്റെ സ്ഥാനിലേക്ക് കൂട്ടിവരുത്തിയിരിക്കുക. നമുക്ക് ഈ പാട്ട് യേശുവൻ പ്രിയൻ എനിക്കുള്ളോൻ നീ നിൻ പേർക്ക് വെടിയുന്നോ പാപ ഉല്ലാസം എൻ കാരുണ്യ വീണ്ടെടുപ്പ് നീ. നമുക്ക് ആ പാട്ട് പാടുമ്പോൾ അതിൻ്റെ അവസാനത്തെ സ്റ്റാൻഡ്സൈഡ് സമയത്ത് അത് ആ സ്ഥാനങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഈ പാട്ടൊക്കെ എന്നോട് ചേർന്ന് പാടിക്കാട്ടെ. യേശുവൻ പ്രിയനെ നീക്കുള്ളോൻ നീ നിൻ പേർക്കു വെടിയുന്നു പാപോല്ലാസം എൻ കാരുണ്യ വീണ്ടെടുപ്പു രക്ഷാ നീ. എപ്പോൾ സ്നേഹിച്ചോ ഞാനെപ്പോൾ സേവിച്ചോ ഞാനെപ്പോൾ സേവിച്ചോ ആയതീപ്പോൾ തന്നെ. ഞാനെപ്പോൾ സ്നേഹിച്ചോ ആയതേപ്പോൾ തന്നെ. ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിച്ചെന്നെ എൻ മോചനം വാങ്ങി കാൽവരിയിൽ. ഞാൻ സ്നേഹിക്കുന്നു മുൾമുടിയേറ്റനാ എപ്പോൾ സ്നേഹിച്ചോ ഞാനെപ്പോൾ സ്നേഹിച്ചോ ഞാനെപ്പോൾ സ്നേഹിച്ചോ ആയതേപ്പോൾ തന്നെ. ഞാൻ സ്നേഹിക്കും ജീവമരണങ്ങളിൽ ഞാൻ ജീവിക്കുന്ന എന്നും വാഴ്ത്തും നിന്നെ. എൻ ഗാനമധ്യ വായു പോകുമ്പോഴും എപ്പോൾ സ്നേഹിച്ചോ ഞാനെപ്പോൾ സ്നേഹിച്ചോ ഞാനെപ്പോൾ സ്നേഹിച്ചോ ആയതേപ്പോൾ തന്നെ. പ്രമാദമോടെ സ്വർഗത്തിൽ